തിരുവനന്തപുരം പെരിങ്കടവിളയിലെ ലഹരി പിടിപ്പിക്കുന്ന അരിഷ്ട കച്ചവടത്തിന്റെ അവിടെ എക്സൈസ് റെയ്ഡ് നടക്കുകയാണ്. ഇപ്പോൾ CPIM പെരിങ്കടവിള ലോക്കൽ കമ്മിറ്റി അംഗം തങ്കരാജിന്റേതാണ് ഈ സ്ഥാപനം. തങ്കരാജ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അരുൺ സോളമൻ, തങ്കരാജ് എത്തിയിരിക്കുന്നു. അനീഷ് വിളിച്ചു വരുത്തിയതാണോ? സുജയ, തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സ്ഥാപനത്തിന്റെ ഉടമ തങ്കരാജ് ഇവിടെ എത്തിയിരിക്കുന്നു. നിലവിൽ ഇനി ഈ സ്ഥാപനം സീൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് കടന്നു പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ പിൻവശത്ത് ഇത്തരത്തിൽ അനധികൃതമായിട്ട് ഈ അരിഷ്ടം വിൽക്കുന്നു. അതിൽ കൃത്യമായിട്ടുള്ള ലിറ്ററുകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മിനിറ്റ്സ് ബുക്കിൽ ഇപ്പോൾ എക്സൈസ് സംഘം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ലിറ്ററാണോ ബോട്ടിലാണോ അത് വ്യക്തത വരുത്തിയിട്ടില്ല. രണ്ട്, ഇവിടെ വന്ന് അരിഷ്ടം കഴിക്കുന്നവർക്ക് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ, പ്രിസ്ക്രിപ്ഷൻ എവിടെയാണെന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചോദിക്കുന്നുണ്ട്. അതിനൊന്നും തന്നെ മറുപടികളില്ല, അതിനൊന്നും തന്നെ തെളിവുകളോ രേഖകളോ ഒന്നും തന്നെ ഈ തങ്കരാജിന്റെ കൈവശം ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇത്തരത്തിൽ 2-3 കാര്യങ്ങളുണ്ട്. ഇതിൽ ഇനി എവിടെ നിന്നാണ് ഈ മദ്യം കൊണ്ടുവരുന്നുള്ള ഒരു കാര്യം കൂടിയാണ് തങ്കരാജിൽ നിന്നും എക്സൈസ് സംഘത്തിന് ചോദിച്ചറിയാനുള്ളത്. പ്രധാനമായും ഈ വിൽക്കുന്ന പല പേരുകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അരിഷ്ടം വിൽക്കുന്നുണ്ട്. ഈ ബോട്ടിലുകളിൽ ഒന്നും തന്നെ ആൽക്കഹോൾ കണ്ടന്റ് എത്രയാണെന്ന് സൂചിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടിയുണ്ട്. രണ്ട്, ഈ ദൃശ്യങ്ങളിൽ വന്ന് കഴിച്ചിട്ടുള്ളവർ അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് എക്സൈസ് സംഘം പറഞ്ഞിട്ടുള്ളത്. ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ആ തരത്തിൽ അരിഷ്ടം വിൽക്കാം. പക്ഷേ അത് വിൽക്കുമ്പോൾ തന്നെ അത് കൃത്യമായി വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാനുള്ളതാണ്. അത് ഇത്തരത്തിൽ 10.57% അരിഷ്ടമാണ് ഇവിടെ വിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് ഔഷധി സ്ഥാപനത്തിൽ, ഇവരുടെ തന്നെ സ്ഥാപനത്തിൽ ധാരാളം അരിഷ്ടം ഇരിക്കുന്നുണ്ട്. അതൊന്നും തന്നെയല്ല ഇവർ വിൽക്കുന്നത്. ഇതിന്റെ മറവിൽ ഇത്തരത്തിൽ വലിയ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഒരു മദ്യത്തിന് സമാനമായിട്ടുള്ള അരിഷ്ടം വിൽക്കുന്നു. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഡോക്ടറിന്റെ കുറിപ്പടിയില്ല. മറ്റൊന്ന്, ഈ കൃത്യമായിട്ട് ഇവിടെ നിന്നും ബോട്ടിൽ തുറന്ന് കുടിക്കാൻ പാടില്ല എന്നുള്ളതാണ് എക്സൈസ് സംഘം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എക്സൈസ് സംഘം ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് തന്നെ സുജയ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രധാനമായിട്ടും ഡോക്ടറിന്റെ കുറിപ്പടികളോ യാതൊന്നും തന്നെ ഇല്ല. മിനിറ്റ്സ് ബുക്കുകളിൽ ഇതിന്റെ ലിറ്ററിന്റെ അളവ്, എത്രത്തോളം ബോട്ടിലുകളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, ഇത് സംബന്ധിച്ച് യാതൊരു തന്നെ രേഖകളോ തെളിവുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സുജയ, ഓക്കെ, ഇപ്പോൾ തങ്കരാജ് അവിടെ എത്തിയിരിക്കുന്നു. ആയുർവേദ കേന്ദ്രം സീൽ ചെയ്യാൻ പോവുകയാണ്. ആദിൽ പാലോട് നമുക്ക് പോകുന്നുണ്ട്. ആദിൽ പാലോട്, അരിഷ്ട കച്ചവടത്തിന്റെ മറവിൽ അവിടെ നടന്നത് മദ്യക്കച്ചവടമാണ് എന്നത് തെളിയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നടത്തിയതുപോലെയുള്ള പരിശോധനയിലേക്ക് എക്സൈസ് സംഘവും കടക്കേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമികമായി തന്നെ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ അകത്തുണ്ടായിരുന്നു. അകത്ത് നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾ കൃത്യമാണ്. ഈ സാധനങ്ങൾ വിൽക്കുന്നത്, അരിഷ്ടങ്ങൾ വിൽക്കുന്നത് പ്രിസ്ക്രിപ്ഷനോട് കൂടിയാണെങ്കിൽ അതിൻ്റെ രേഖ എവിടെയാണ്? ഓരോ പ്രിസ്ക്രിപ്ഷനും അത് രേഖപ്പെടുത്തി വേണം ആവശ്യക്കാർക്ക് നൽകാൻ. അതിൻ്റെ രേഖ എവിടെയെന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ ഓരോ ബോട്ടിലുകളിലും എത്ര ശതമാനം ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട് എന്നത് കൃത്യമായി അതിൻ്റെ പുറത്ത് തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. ഇത് സംബന്ധിച്ചും ഒരു രേഖയും മറ്റും ഉണ്ടായിരുന്നില്ല. ഇത് എക്സൈസ് ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ നിന്ന് വിറയ്ക്കുന്ന തങ്കരാജിനെയാണ് നമ്മൾ കാണുന്നത്. ആ രൂപത്തിൽ വളരെ അനധികൃതമായി തന്നെയാണ് ഇത് പ്രവർത്തിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. എക്സൈസ് ഉദ്യോഗസ്ഥർ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, രേഖകളും കൃത്യമല്ല എന്നുള്ളതാണ്. എത്ര സ്റ്റോക്ക് ഇവിടെയുണ്ട്, എത്രയാണ് കഴിഞ്ഞ ദിവസം വിറ്റത്, എത്രയാണ് ഇനി വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, എത്രയാണ് കൊണ്ടുവന്നതെന്നുൾപ്പെടെയുള്ള കൃത്യമായ രേഖ ഇവിടെ വേണ്ടതാണ്. ഈ സ്ഥാപനത്തിൽ വേണ്ടതാണ്, ഓരോ സ്ഥാപനത്തിലും വേണ്ടതാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയോ രേഖകളോ ഇവിടെ ഇല്ല എന്നും തങ്കരാജിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രിസ്ക്രിപ്ഷൻ ഇല്ല എന്ന കാര്യം വ്യക്തമാണ്. മറ്റൊന്ന്, ഈ ഓരോ ബോട്ടിലിന്റെയും മുകളിൽ ആൽക്കഹോൾ കണ്ടന്റ് എത്ര എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. അതും ഇല്ല എന്നത് വ്യക്തമായിരിക്കെ ഇതിൽ നിയമപരമായി എക്സൈസിന് മുന്നോട്ട് പോകാനാകും. അതിന്റെ നടപടികൾ അകത്ത് പുരോഗമിക്കുകയാണ്. വളരെ പ്രധാനമായി സ്റ്റോക്കുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന നടപടികളിലേക്ക് ഇപ്പോൾ എക്സൈസ് കടക്കും. ഇതിലുള്ളത് തന്നെയാണോ, ഈ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഉള്ളത് തന്നെയാണോ, അതിൽ കൂടുതലുണ്ട് എന്നാണ് ആദ്യഘട്ടത്തിൽ പ്രാഥമികമായ നിഗമനത്തിലേക്ക് എത്തുന്നത്. അതിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് എക്സൈസിന് പോകേണ്ടി വരും. സുജയ, ഓക്കെ, ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അരിഷ്ടം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അരുൺ സോളമൻ, ഇനി തങ്കരാജിനെയും കസ്റ്റഡിയിൽ എടുക്കുമോ? പോലീസ് കടന്നു പോയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായിട്ടും ഈ ആൽക്കഹോൾ കണ്ടന്റ് ബോട്ടിലുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കുറ്റകൃത്യം. കാരണം അരിഷ്ടം വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ അരിഷ്ടം എല്ലാം തന്നെ വ്യാജൻ ആണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പേരുകൾ, പല വിധത്തിലുള്ള പേരുകളിൽ അത്തരത്തിലുള്ള സ്റ്റിക്കറുകളുണ്ട്. പല പേരുകളിലും പല അരിഷ്ടത്തിനും പല കണ്ടന്റുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ കണ്ടന്റുകളൊന്നും തന്നെ ഇതിൽ ഉള്ളതല്ല എന്നുള്ളത് തന്നെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. മറ്റൊന്ന്, അനധികൃതമായിട്ട് കൂടുതൽ
സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ അതും ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പെട്ടികളും അതെല്ലാം തുറന്ന് പരിശോധിക്കുന്നുണ്ട് എക്സൈസ് സംഘം. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം സ്റ്റോക്കിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റേതെങ്കിലും ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ, അങ്ങനെ വിറ്റ് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പിടിച്ചെടുക്കും. ഇപ്പോൾ സീൽ ചെയ്യുന്ന നടപടികളിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത്. തങ്കരാജ് എന്തായാലും ഈ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ ആയി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ദീർഘകാലങ്ങളായിട്ട് കോവിഡിന് മുൻപ് തന്നെ ഈ സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നു. പക്ഷേ കോവിഡ് കാലത്തിന് ശേഷം ലക്ഷങ്ങൾ കൊയ്തു വരുന്ന ഒരു ബിസിനസ്സുമായിട്ട് ഇദ്ദേഹം മാറി എന്നുള്ളതാണ് സമൂഹത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സാധാരണക്കാരായിട്ടുള്ള ഒട്ടനവധി മനുഷ്യന്മാർ ഇവിടെ വന്നിരുന്നു. അതിലുപരി യുവാക്കൾ സഹിതം ഏറ്റവും അധികം റിപ്പോർട്ടറിന്റെ ഒളിക്യാമറകൾ ഇവിടെ എത്തിയപ്പോൾ ഞെട്ടിപ്പിച്ചത് പ്രധാനമായിട്ടും യുവാക്കളടക്കമുള്ളവർ ഈ സ്ഥാപനത്തിൽ ഇവിടെ എത്തി. അത്തരത്തിൽ തൊട്ടടുത്തൊന്നും തന്നെ വെബ്കോ ഇല്ലാത്തത് കൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് വളരെ ചുരുങ്ങിയ വിലയിൽ, കാരണം 70 രൂപയ്ക്ക് 450 മില്ലി കിട്ടുന്നു, അതിൽ 10% മുകളിൽ ആൽക്കഹോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 ബോട്ടിൽ വാങ്ങി കഴിക്കുമ്പോൾ തന്നെ 4 കുപ്പി ബിയർ കഴിക്കുന്നതിന്റെ അതേ അളവിലുള്ള കിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായമായ മനുഷ്യർക്ക് അപ്പുറം യുവാക്കളും ഈ സ്ഥാപനത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സൈസ് സംഘം ആ തലത്തിൽ തന്നെ ഇതിനെ നോക്കിക്കാണുന്നു. ഇനി പ്രധാനമായിട്ടും സുജയ, ഇത് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? കാരണം ഇദ്ദേഹം പ്രധാനമായും ഈ ബോട്ടിലുകളിലെല്ലാം ഒട്ടിച്ചിരിക്കുന്ന ആ സ്റ്റിക്കർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തി ആയുർവേദ ഫാർമാസ്യൂട്ടിക്കൽസ്, ഒറ്റശേരമംഗലം, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം, ഇത്തരത്തിൽ 3 സ്ഥലങ്ങളിലെ ബ്രാഞ്ച് ഉണ്ട്. പക്ഷേ അപ്പോഴും അനീഷ് വ്യക്തമാക്കിയിരിക്കുന്നു, ഈ സ്ഥാപനത്തിൽ തന്നെ കാലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒറ്റശേഖരമംഗലത്ത് നിന്നാണ് ഇത്തരത്തിൽ അരിഷ്ടം ഉണ്ടാക്കി ഇവിടെ വിപണിയിൽ ഇത്തരത്തിൽ വിൽപ്പന നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പോയി ഇനി എക്സൈസ് സംഘം അന്വേഷിക്കേണ്ടതുണ്ട്. കൂടുതൽ മദ്യത്തിന്റെ ബാരലുകൾ എന്തെങ്കിലും അവിടെ ഉണ്ടോ? ആ മദ്യം എവിടെ നിന്നാണ്, അതിർത്തി പ്രദേശത്ത് നിന്ന്, തമിഴ്നാട്ടിൽ നിന്നാണോ ഒഴുകുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇത്ര ചുരുങ്ങിയ വിലയിൽ ആയുർവേദത്തിന്റെ മരുന്നുകൾ ചേർത്ത് അതിൽ അളവിൽ കൂടിയ മദ്യം ചേർക്കുന്നുണ്ട്, അതിന്റെ കണ്ടന്റുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ വില കുറഞ്ഞ രീതിയിൽ മദ്യം വിൽക്കാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് സംശയമുണ്ട്. പ്രധാനമായിട്ടും അതിർത്തി പ്രദേശം 5 കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ പാറശാല, കളിക്കവള എത്തുന്നുണ്ട്. തൊട്ടടുത്ത് കന്നമാമൂട് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മദ്യം ഒഴുകുന്ന, തമിഴ്നാട്ടിൽ പ്രധാനമായും മദ്യം ഒഴുകുന്ന അതിർത്തി പ്രദേശമായ കന്നമാമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും 5 കിലോമീറ്റർ ഇപ്പുറമാണ് പെരുങ്കടവള ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വ്യക്തമായിട്ടുള്ള സംശയമുണ്ട്. ആ സംശയം എന്തായാലും ഉറപ്പിക്കണമെങ്കിൽ എക്സൈസ് സംഘം ഇനി ഒറ്റശേഖരമംഗലത്ത് പോകണം. പരിശോധനകൾ നടക്കുന്നു. ഇനി ഒറ്റശേഖരമംഗലത്തെ നിർമ്മാണ യൂണിറ്റ് അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. എവിടെയാണ് ഇത് നിർമ്മിക്കുന്നത്? ആയുർവേദ വിധിപ്രകാരമാണോ ഇത് തയ്യാറാക്കുന്നത്, അതോ ആൽക്കഹോൾ വിധിപ്രകാരമാണോ എന്നതും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ തുടർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അരുൺ സോളമനും ആദിൽ പാലോടും ഉണ്ടാകും.